കഞ്ചാവുമായി 14 വയസ്സുള്ള കുട്ടി പോലീസ് പിടിയിൽ. ഒന്ന് പതുക്കെ പറയട്ടാ, ചെറുക്കൻ കേട്ടാ ഇനി അത് മതി. അച്ഛാ, എനിക്കൊരു 200 രൂപ വേണം. എന്തിനാ മോനെ 200 രൂപ? അതെനിക്ക് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് കോസ്റ്റ്യൂംസ് മേടിക്കാനാ. പൈസ സ്കൂളിൽ പോകുന്നൊരു അച്ഛൻ തരാം. മുമ്പ് അകത്ത് ഒരു സിഗരറ്റിങ് എടുത്തുണ്ടോ? എന്നാ വെച്ചാ സിഗരറ്റ്. അച്ഛാ, അച്ഛൻ എന്തിനാ അച്ഛാ സിഗരറ്റ് വലിക്കുന്നത്? നീ സ്കൂളിൽ പോകാൻ നോക്കടാ, പോ ചെല്ലേ. രാഹുലേ, ആ മൊബൈൽ ഇങ്ങ് എടുക്ക്. ഹലോ, ആരാണ്? പറഞ്ഞോ. അത് ഞാൻ പോയിരുന്നു. എന്തോടെ കാണിക്കുന്ന നീ? എന്താ എന്റെ പ്രശ്നം? തന്തമാരെ കണ്ടല്ലേ മക്കള് പഠിക്കുന്നത്? എന്താ ചേട്ടാ പ്രശ്നം? പിള്ളേര് സിഗരറ്റ് വലിയെന്ന്. കൃഷ്ണേട്ടൻ വലിക്കുന്ന സിഗരറ്റ് കൊണ്ട് ആർക്കൊക്കെ ദോഷം എന്നറിയോ? കൃഷ്ണേട്ടന് മാത്രമല്ല, അത് ശ്വസിക്കുന്ന മറ്റെല്ലാവർക്കുമാണ്, കൃഷ്ണേട്ടന്റെ കുടുംബം ഉൾപ്പെടെ. ചേട്ടാ, നമ്മളിന്ന് കാണുന്ന സമൂഹമല്ല. കാരണം മാരകമായ പാൻമസാലയും മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത് 10നും 17നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ്. അത് നമ്മുടെ സമൂഹത്തിന് വളരെയധികം ദോഷം ചെയ്യും. ചേട്ടാ, അതുപോലെ തന്നെ ഇന്ന് 10നും 17നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ് ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നത്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കുട്ടിയുടെ സുരക്ഷയും നന്മയും നമ്മളുടെ കയ്യിലാണ്. നമ്മെ കണ്ടാണ് അവർ പഠിക്കേണ്ടത്. മാത്രമല്ല, ഇന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ നമ്മൾക്ക് പ്രതികരിക്കണം. തൊട്ടടുത്തുള്ള കുട്ടികളുടെ പേരൻസിനെ ഒന്ന് കാണണം. സമയമായി, പോവാം. ഓക്കെ. ചേട്ടാ, 3 ആൻസ്. നിത്യേന നിങ്ങളിൽ വന്നു ഭവിക്കുന്ന ചിലവുകളുടെ കൂട്ടത്തിൽ ഈ ധനശ്രീ ഭാഗ്യത്തിന് വേണ്ടി നിങ്ങൾ മുടക്കം തുച്ഛമായ 40 രൂപയിലൂടെ അവിചാരിതമായി അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം. ഇതെന്താ 3 ആൻസിന് 45 രൂപയോ? നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്നോ വാങ്ങാൻ പറ്റുന്നില്ല. വാങ്ങാൻ പറ്റുന്ന കൊച്ചു പിള്ളേരുടെ കയ്യിൽ നിന്നല്ലേ വാങ്ങാൻ പറ്റും. മധുവന്റെ കടയിലൊക്കെ 5 രൂപയല്ലേ ഉള്ളു. എന്നാ നിങ്ങൾ അവിടെ പോയി മേടിച്ചോ. കിട്ടിയോ? കിട്ടി. കുറെ പാട് കിട്ടി. എന്താ ഇത്? ഓരോ വാസി. ഇന്നിനി വാങ്ങാൻ നിൽക്കണ്ട. എല്ലാം തുടച്ച്. അത് ഞറേ ഒന്ന് പോയാലെന്താ? 2 എണ്ണം ഉണ്ടാ നമ്മുടെ കയ്യില്. പൊട്ടിക്കടാ. കുറച്ച് ഇരിങ്ങടാ. അതിനെ കാസർഗോഡ് പോവാൻ ഇവന്മാരെന്താ കാണിക്കുന്നത്? എന്താ കാണിക്കുന്നത്? എന്തുകൂടെ അത്?
എത്ര വയസ്സുണ്ടോ നിനക്ക്? കേറാ പറയാണ്ട് പോടാ. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് ഈ വഴിക്ക്? കുറെ നാളായല്ലോ കണ്ടിട്ട്. ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് കണ്ടോ സാർ? ഇത് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ. മാറി നിൽക്കടാ ഇങ്ങോട്ട്. ഇതാരാടാ സ്കൂളിൽ കൊണ്ടുവന്നത്? ആരാണെന്ന് സ്കൂളിൽ കൊണ്ടുവന്നത്? ബാക്കിയുള്ള കുട്ടികളെ കൂടി നശിപ്പിക്കാൻ നീയൊക്കെ ഒരുമ്പിട്ടിറങ്ങിയതാണോ? എന്താ സാറേ പ്രശ്നം? ഇത് കണ്ടോ സാർ? ഈ കുട്ടികൾ ഈ ചെറുപ്രായത്തിൽ ലഹരികൾക്ക് അടിമകളാണ്. ഇതിനാരാണ് സാർ ഉത്തരവാദി? ഇവന്മാരെ എന്താ ചെയ്യേണ്ടത്? സാറ് പറ. ഒരാൾ നന്നാവില്ലെന്ന് തീരുമാനം എടുത്താൽ ആര് വിചാരിച്ചാലും പിന്നെ നന്നാവില്ല. സാറൊന്നും പറയണ്ട. സാർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ആൻസ് എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കണ്ടതാ. സാറന്മാരെ കണ്ടല്ലേ കുട്ടികളെ പിടിക്കുന്നത്. പിന്നെ എങ്ങനെ? എന്താണ് ഷാജി കേൾക്കുന്നത്? നിങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? ഇതിന്റെ ദൂഷ്യവശങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് മാറാ രോഗങ്ങളായ ക്യാൻസറും മറ്റു രോഗങ്ങളും ഉണ്ടാകുന്നത്. ഇത് കാരണമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് 100-ൽ 6% പേർക്കും ക്യാൻസറും മറ്റ് മാറാ രോഗങ്ങളും കണ്ടുവരുന്നു. അതിൽ 5% പേർക്കും ഈ ലഹരി മരുന്ന് എത്രത്തോളം ഉപയോഗിക്കുന്നത് മുഖാന്തരം വന്നു ചേരുന്നതാണ്. സാർ, എനിക്കിന്ന് ഈ സാധനം ഇല്ലാതെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധ്യമല്ല സാർ. ഒരു നേരം വെച്ചില്ലെങ്കിൽ എൻ്റെ ശരീരം വിറയ്ക്കും. എനിക്കിതിൽ നിന്ന് പിന്തിരിയാൻ സാധ്യമാകുന്നില്ല സാർ. ഒരുപാട് പ്രാവശ്യം ഞാനിത് നിർത്താൻ നോക്കി, പക്ഷേ കഴിയുന്നില്ല സാർ. എങ്ങനെ ഞാനിതിൽ നിന്ന് മോചനമാകും സാർ? ഷാജി, നിങ്ങളൊരു അധ്യാപകനാണ്. നിങ്ങൾ ഇതിൻ്റെ ഉപയോഗം നിർത്താതെ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും? അവരും വഴിവഴിക്കില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. അതെ സാർ. ഇനി ലഹരിയിൽ നിന്നൊരു മോചനം നമുക്കും നമ്മുടെ സമൂഹത്തിനും ആവശ്യമാണ്. അതിനായി നമുക്ക് ഒന്നിച്ച് ഒരുമയോടെ കൈകോർക്കാം. ഓക്കെ, ഇന്നു മുതൽ ലഹരിയിൽ നിന്നുള്ള മോചനത്തിനായി നമുക്ക് ഒന്നിച്ച് നീങ്ങാം. അതിന് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും നിങ്ങൾക്കുണ്ടാവും. അതെ സാർ, നമുക്ക് മോചിപ്പിക്കാം നമ്മുടെ നാടിനെ ഒരുമയോടെ.